ഹലോ എവരിവൺ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന അഫിനിറ്റി എന്ന ഡ്രാമയുടെ 7ാമത്തെ 8ാമത്തെ എപ്പിസോഡും കൂടെ കേട്ടോ. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നത് നമ്മുടെ അഫിനിറ്റി ബാധിച്ചിട്ടുള്ള ഗു ആണെങ്കിൽ ഗുവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഭയങ്കര ഭ്രാന്തായിട്ട് വരുന്നുണ്ടായിരുന്നല്ലോ. ഇവളുടെ ബ്ലഡിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊന്നും പിന്നെ തീരെ കൺട്രോൾ ചെയ്തിരിക്കാൻ പറ്റില്ല. കാരണം ഇവൾ അഫിനിറ്റി ആ ഒരു ബ്ലഡ് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണല്ലോ. സോ അതുകൊണ്ട് തന്നെ അവളുടെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവൾക്ക് കാര്യങ്ങളൊക്കെ അറിയുന്നതുകൊണ്ട് തന്നെ വല്ല സീനോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവൻ്റെ ഇങ്ങനെ മോശമായിട്ടുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇവൾക്ക് ഭയങ്കരമായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഹിബിറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഇവരാണെങ്കിൽ റൺ ആളുകളുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ധരിച്ചിട്ട് അവരുടെ അടുത്തേക്ക് പോകാൻ നിൽക്കുന്നുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഇവളുടെ സ്മെല്ല് ഇവളുടെ ബ്ലഡിൻ്റെ സ്മെല്ല് അഫിനിറ്റി ബി ബാധിച്ചവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമല്ലോ. സോ അതുകൊണ്ട് തന്നെ സ്പ്രേയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇവരാണെങ്കിൽ അവിടെ എത്തി വലിയ നോക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആളുകൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് അവർക്ക് എല്ലാവർക്കും ഇൻഹിബിറ്റർ കൊടുക്കുകയാണ്. സോ അതിൻ്റെ ഒരു ടെൻഷനോ കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ട് കേട്ടോ. കാരണം ഇവരൊക്കെ ആണെങ്കിൽ ഇവർക്ക് അഫിനിറ്റി ബി ബാധിച്ചതാണെന്നുള്ളതിൻ്റെ റൺ ആൾക്കാരാണെന്നുള്ളതിൻ്റെ ഒരു ബ്രേസ്ലെറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിനിടയിലാണെങ്കിൽ ഒരാൾക്ക് ഭയങ്കര ഡൗട്ടോ കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. വന്ന് നോക്കുമ്പോൾ അത് ഫെയിലായി പോകുന്നുണ്ടായിരുന്നു. വളരെ തന്ത്രപരമായിട്ട് അങ്ങനെ 4 ഇൻഹിബിറ്റർ കരസ്ഥാക്കിയിട്ട് ഇവർ ബാക്കിലേക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് നമ്മുടെ വൂന് ഒരു തുമ്മൽ വന്നിട്ടുണ്ടായിരുന്നു. സോ അപ്പം തന്നെ അവളുടെ ഗന്ധം പിടിച്ചെടുത്തിട്ട് വേറെ ആൾക്കാരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവരെ ഫോളോ ചെയ്തിട്ട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ വൂവും കൂടെ വേഗം തന്നെ ഒരു കാറിൻ്റെ ഉള്ളിലേക്ക് പോയി കയറി ഇങ്ങനെ സുരക്ഷിതമാവുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ ഗൂന് അത്ര സ്ട്രോങ് അല്ല, അവൻ ഭയങ്കര വീക്കായി വരുന്ന സമയമാണ്. അതുകൊണ്ടാണ് ഇവർ ഇവിടെ ഒളിച്ച് നിൽക്കുന്നുണ്ടായിരുന്നത്. ആ ഒരു സമയത്താണെങ്കിൽ ഓരോ കാറിലും ആ റൺ ആളുകൾ ചേർന്നിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ അവർ പോയതിന് ശേഷമാണെങ്കിൽ അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ ആ ഒരു ഗ്ലാസിൻ്റെ ഇത് തട്ടിയിട്ട് അവൻ്റെ കൈമ അങ്ങനെ മുറിവും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവളാണെങ്കിൽ മാക്സിമം അവനെ കംഫർട്ട് ആക്കാൻ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മുറിവ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തുടച്ചെടുത്തിട്ടും വെള്ളം കൊണ്ട് കഴുകി കൊടുത്തിട്ടൊക്കെ ഇവനാണെങ്കിൽ ഇവൻ്റെ ആ ശക്തി കുറയുന്നതോട് കൂടാതെ തന്നെ ഇവളുടെ ആ ഒരു ബ്ലഡ് ഇവനെ നല്ല രീതിയിൽ അട്രാക്റ്റ് ആക്കുന്നതുകൊണ്ട് അവർ നല്ല രീതിയിൽ തന്നെ അറ്റാച്ച്ഡ് ആവുന്നുണ്ടായിരുന്നു. കൂടാതെ ഇവളുടെ ഒരു ബ്ലഡിൻ്റെ സ്മെല്ല് കിട്ടിയിട്ടാണല്ലോ ആ റൺ ആളുകൾ ഇവരെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവൾ വണ്ടി അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഇവനത് സുരക്ഷിതല്ല എന്നുള്ളൊരു തോന്നലുകൊണ്ട് തന്നെ ഇവളാണെങ്കിൽ ഇൻഹിബിറ്റർ അവിടെ വെച്ചിട്ട് അവനെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഇവനെ ഉപേക്ഷിക്കുകയല്ല ചെയ്തിട്ടുള്ളത്, അവനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി രക്ഷപ്പെട്ടോട്ടെ എന്നുള്ള രീതിയിലായിരുന്നു പോയിട്ടുണ്ടായത്. ശിവൻ വിചാരിക്കുന്നത് ഇവനെ ഉപേക്ഷിച്ച് ഇവൾ പോവുകയാണെന്നുള്ള രീതിയിലാണ്. ഇവളാണെങ്കിൽ അവിടെ ഇൻഹിബിറ്ററൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് ഓടി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവന് നല്ല രീതിയിൽ സങ്കടവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഉപേക്ഷിച്ച് പോകുക എന്നുള്ളൊരു തോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. കൂടാതെ ഇവളാണെങ്കിൽ ഓടിപ്പോയിട്ട് ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ പെടുന്നുണ്ടായിരുന്നു. റൺ ആൾക്കാരുടെ ഇടയിൽ പെട്ട് അവസാനം റൺ ആൾക്കാരെല്ലാവരും കൂടെ ചേർന്നിട്ട് അവളെ അതിൻ്റെ വളയുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്തായിരുന്നു അവിടുന്ന് പെട്ടെന്ന് ഇവളുടെ അടുത്തേക്ക് വരുന്ന സമയത്താണെങ്കിൽ പെട്ടെന്ന് ഷൂട്ടോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. വേറെ ആരുമില്ല, അവിടെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ബ്യൂറോ എന്നുള്ള ആൾക്കാർ വന്നിട്ട് അവിടെ ചുറ്റും വളയുന്നുണ്ടായിരുന്നു ഈ റൺ ആൾക്കാരുടെ ഇടയിൽ നിന്ന്. കാരണം ഇവളുടെ ബ്രദർ അവിടെയാണല്ലോ വർക്ക് ചെയ്യുന്നത്. സോ ഇവരെല്ലാവരും കൂടെ വന്നിട്ട് അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണെങ്കിൽ ആ റൺ ആൾക്കാരൊക്കെ നല്ല രീതിയിൽ തന്നെ വെടിവെപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ തകരുന്നുണ്ടായിരുന്നു. റൺ ആൾക്കാരാണെന്ന് കൂടെ അവൾക്ക് ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സോ അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വീഴുന്നവർ അങ്ങനെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അത് കേട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വയലൻ്റ് ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു സമയത്താണെങ്കിൽ ഇവളെ നമ്മുടെ വൂനെ ആണെങ്കിൽ ഗു വന്ന് അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് വരുന്ന തിരിച്ചറിയുന്നില്ലെങ്കിൽ കൂടെ എന്നിട്ട് ഇവരുടെ ഒരു സീനാണ് കാണിക്കുന്നത്. എന്തിനാണ് എന്നെ അവിടെ ഉപേക്ഷിച്ച് പോയത്, നിനക്ക് എന്നെ ശരിക്കും ഇഷ്ടമല്ല, ഞാൻ നിന്നെ ജെനുവിനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അന്ന് നിന്റെ ബ്ലഡിൻ്റെ ഒരു അട്രാക്ഷൻ കൊണ്ട് നമ്മൾ കണ്ടുമുട്ടിയവരാണെങ്കിൽ കൂടെ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു അതല്ല, ഞാൻ നിന്നെ രക്ഷപ്പെടുത്താൻ നീയെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ നിന്നെ അവിടെ ഉപേക്ഷിച്ച് പോയതെന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ക്ലാരിഫൈ കൊടുക്കുന്നുണ്ടായിരുന്നു. കൂടെ തന്നെ നിൻ്റെ അവിടെ നിന്ന് മാറിയതിന് ശേഷം ഒരുപാട് റൺ ആൾക്കാരെ നേരിട്ടിട്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയതെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഇവനാണെങ്കിൽ ആ ഒരു അഫിനിറ്റി ബി ബാധിച്ചതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു മുറിവും കാര്യങ്ങളൊക്കെ അവൻ്റെ ദേഹത്തുണ്ടായിരുന്നു. സോ ഇവളാണെങ്കിൽ ഇവന് അതിൻ്റെ ബാൻഡേജും കാര്യങ്ങളും കൊട്ടിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവൾക്കാണെങ്കിൽ ഇവനോടൊരു കെയർ തോന്നി തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇവൻ്റെ കാരണം കൊണ്ടല്ല ഇവ ഇങ്ങനെ വയലൻ്റ് ആവുന്നത്, ഈ ഒരു രോഗാവസ്ഥ അങ്ങനെയാണെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഇവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഇവളോടും ഇവർ രണ്ടുപേരും നല്ല രീതിയിലുള്ള ഇവർക്ക് രണ്ടുപേർക്കും ഉള്ളിലൊരു ഇഷ്ടമോ കാര്യങ്ങളോ വന്നിട്ടുണ്ടായി, രണ്ടുപേർക്കും മ്യൂച്വലായിട്ട് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇവനും എൻ്റെ പ്രണയം തുറന്ന് പറഞ്ഞ രീതിയിൽ പ്രകടമായിട്ട് പ്രകടിപ്പിച്ചാലും ഇവൾ ആ ഒരു രീതിയിലാക്കുന്നില്ല. ഇവളാണെങ്കിൽ തൻ്റെ ആ ഒരു സലൈവ കൊണ്ടെങ്കിൽ ഇവ രക്ഷപ്പെട്ടോളൂ എന്നുള്ള രീതിയിൽ കിസ്സോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടെ ഇവൻ്റെ കാര്യത്തിലൊരു ഭയങ്കര നല്ല രീതിയിൽ തന്നെ കെയറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ ഒരു സമയത്ത് ഇവരിങ്ങനെ ഈ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പരസ്പരം രണ്ടുപേർക്കുള്ള ഇഷ്ടങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. നല്ല രീതിയിൽ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ ഇവിടുത്തെ ഈ അഫിനിറ്റി ബാധിച്ച റൺ ആൾക്കാരുടെ ഇടയിൽ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടാന്നുള്ള രീതിയിലും അങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇവൻ്റെ ബോഡി ആണെങ്കിൽ നല്ല വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഇവൾക്ക് നല്ല രീതിയിലുള്ള സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവൾക്ക് എത്രമാത്രം അവനെ കംഫർട്ടാക്കാൻ പറ്റും, സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അത്രമാത്രം ഇവൾ അവനിങ്ങനെ കംഫർട്ടാക്കിയും സപ്പോർട്ടാക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കൂടാതെ ഇവനാണെങ്കിൽ ഇവളോട് ആ ഒരു കാഴ്ചയിൽ ആ ഒരു അഫിനിറ്റി ബി ബാധിച്ചവർക്ക് അഫിനിറ്റി എ ബാധിച്ചവരുടെ ബ്ലഡിനൊരു അട്രാക്ഷൻ തോന്നല്ലോ. ആ ഒരു സമയത്ത്
അട്രാക്ഷൻ തോന്നിയതാണെങ്കിൽ കൂടെ ഇവൾ എന്തോ തനിക്കെന്തോ സ്പെഷ്യലാണെന്നുള്ള ബോധ്യത്തെ അതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണെങ്കിൽ റെൻ ബാധിച്ചിട്ടുള്ള ഒരു റെന്നുകളുടെ കൂട്ടത്തിലൊരു മെയിൻ ആളുണ്ടല്ലോ. സോ അവന് ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ദയവ് ഇതൊരു ഇൻഹിബിറ്റർ തരുമോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. കൂടെ തന്നെ ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബ്യൂറോ ഇവരെ ഒരു എക്സ്പെരിമെൻറ്റിന് വിധേയമാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. സോ അതുകൊണ്ട് തന്നെ ഇവർ നല്ല രീതിയിൽ തന്നെ വീക്ക് ആയിക്കൊണ്ടിരിക്കുക എന്നുള്ള കാര്യം ആ ഒരു ഇൻഹിബിറ്റർ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇവർ രക്ഷപ്പെടും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണെങ്കിൽ ഗൂവും അവിടുന്ന് പോകുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഇവൻ ആലോചിക്കുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അവരിങ്ങനെ ഓരോ എക്സ്പെരിമെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു കാഴ്ച കാണട്ടോ അവനും അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനും കൂടി ചേർത്തിട്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. ഗൂവും അവിടുന്ന് പോകാൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവനാണെങ്കിൽ നെഞ്ച് തകർന്നിങ്ങനെ മരിക്കാൻ പാവുന്ന ഒരു അവസ്ഥയാണ്. ആ ഒരു ഇൻഹിബിറ്റർ കിട്ടിയിട്ടില്ലെങ്കിൽ ഇവൻ എന്തായാലും മരിക്കുന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പോൾ ഇവരിങ്ങനെ പോകുന്ന സമയത്താണെങ്കിൽ കൂടെ ഇവർ മാക്സിമം ആ ഒരു ഇൻഹിബിറ്റർ കളക്ട് ചെയ്യാൻ വേണ്ടി ഇവൻ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഗൂവിൻ്റെ അടുത്ത് നിന്ന്. പക്ഷേ ഗൂ ആണെങ്കിൽ മാക്സിമം അവളെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. ഇവ മാക്സിമം പറയുന്നുണ്ടായിരുന്നു നീയും റെന്നുകൾ ഒരാളല്ലേ, നിനക്ക് എൻ്റെ അവസ്ഥ മനസ്സിലാക്കി കൂടെ ആ ഒരു ഇൻഹിബിറ്റർ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ. പക്ഷേ ഇവൻ അത് കൊടുക്കാൻ തയ്യാറാവാത്ത രീതിയിൽ കൂടാതെ അവൻ അവിടെ ആ ഒരു തൂണിൽ കെട്ടിയിടുന്നും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ച് പോകുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയമാണെങ്കിൽ ഇവനാണെങ്കിൽ ഒരു ലോലിപോപ്പ് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇവന് കൊടുത്തതായിരുന്നു. സോ ഇത് രണ്ടുപേരും അങ്ങനെ മ്യൂച്വലായിട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ തമ്മിൽ റെന്നുകളാണെങ്കിൽ അവർക്കൊരു ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സോ അതുകൊണ്ട് തന്നെ അവരുടെ ഫ്രണ്ട്ഷിപ്പിൽ ഉണ്ടായിരുന്ന ഓരോ നല്ല മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇവർ ആ ഒരു എക്സ്പെരിമെൻറ്റിന് വിധേയമാവുന്ന സമയത്ത് കൂടെ ആ ഒരു ലോലിപോപ്പ് ഷെയർ ചെയ്തതിനെ കുറിച്ചിട്ട് ഇവരിങ്ങനെ ആലോചിച്ച് ഭയങ്കര ഇമോഷണലായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ വൂ വന്നിട്ട് ഒരു ഇൻഹിബിറ്റർ അവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ പോകുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവൾക്ക് അവനോട് യാതൊരു തരത്തിലുള്ള വെറുപാരും അവൻ മരിക്കണം നമ്മളൊരു രീതിയിലും ആഗ്രഹിക്കുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഇവളത് അവിടെ വെച്ചിട്ടായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇവനാണെങ്കിൽ നമ്മുടെ ഗൂ ആണെങ്കിൽ നമ്മുടെ വൂവിനെ വിളിച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ ആ ഒരു ബ്യൂറോ അഡ്മിനിസ്ട്രേറ്റീവ് ബ്യൂറോ ഉണ്ടല്ലോ. സോ അവിടേക്ക് വന്നിട്ട് ഇവനെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവനെ അവിടെ നിന്ന് കൊല്ലുന്നുണ്ടായിരുന്നു. എന്നിട്ട് ബാക്കിയുള്ളവർ വെടിവെക്കാനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ആ ഒരു അഫിനിറ്റി അഫിനിറ്റി എയുടെ കണ്ടന്റുള്ള ആ ബ്ലഡുള്ള നമ്മുടെ കഥാനായികയായിട്ടുള്ള എൻ്റെ ബ്രദറാണല്ലോ. സോ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അത് നമ്മൾ പിന്നീട് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗോവും വൂവും തമ്മിൽ സംസാരിക്കുന്നതാണ്. ഇപ്പോൾ നിൻ്റെ ഏട്ടനും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്യൂറോ ഒക്കെ ഇവിടെ മൊത്തത്തിൽ വളഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ എങ്ങനെയാണെങ്കിലും നിന്നെ കൊണ്ടേ അവർ ഇവിടുന്ന് പോകുന്നുണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോടുള്ള ഇഷ്ടവും കാര്യങ്ങളൊക്കെ സിൻസിയറാണ്. പക്ഷേ നീ ഇപ്പോൾ എന്തായാലും ഇവിടുന്ന് പോയേ മതിയാവും. എന്നെക്കുറിച്ചുള്ള രഹസ്യവും കാര്യങ്ങൾ നീ പുറത്ത് പറയരുത്. ഞാൻ എന്നെപ്പോലുള്ള ഒരാൾ നിൻ്റെ ബ്രദറിനെ നന്നായിട്ട് അറിയാം. സോ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം നീ ഒരിക്കലും അവനോട് പറയരുതെന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ടാണെങ്കിൽ ഇവനാണെങ്കിൽ ഞാൻ എന്തായാലും നിനക്ക് വേണ്ടി കാത്തിരിക്കും. ആ രീതിയിലൊക്കെ ഇവർ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു. മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് താൻ ജീവനോട് ഉണ്ട് എന്നുള്ള കാര്യം ബ്രദറിനോട് ഒരിക്കലും പറയരുതെന്നുള്ളൊരു കാര്യം കാണിച്ചുകൊണ്ടാണ്. പിന്നീടാണെങ്കിൽ ഇവനാണെങ്കിൽ ഇവളങ്ങോട്ട് ഇവൾ പോയിക്കോട്ടെ, ബ്രദറിൻ്റെ അടുത്തേക്ക് പോയിക്കോട്ടെ, താൻ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പോകാമെന്നുള്ള രീതിയിൽ അവൻ അവളെ തള്ളി വിടുന്നുണ്ടായിരുന്നു. അതിനെ പതുക്കെ ആ ഇരുളിൻ്റെ ആ ഒരു മറിവിലൂടെ അവങ്ങനെ മങ്ങി പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഇതൊക്കെ ഇവൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡോട് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യാത്തിരിക്കുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ഹൈപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ചാനൽ ഒന്ന് ഹൈപ്പ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ദിസ് ഈസ് അഭിനയ സൈനിങ് ഔട്ട്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.